നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തിവിമിൽ ആരംഭിക്കാനിരിക്കുന്ന വേൾഡ് പീസ് യൂണിവേഴ്സിറ്റിയിൽ 100% നോൺ ടീച്ചിംഗ് ജോലികളും പ്രാദേശികർക്കായി ഉറപ്പാക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ പ്രാദേശിക തൊഴിലവസരങ്ങൾ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞു. ഈ തീരുമാനം ഗോവയിലെ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുകയും പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുകയും ചെയ്യും. തിവിം യൂണിവേഴ്സിറ്റിയിലെ ജോലികൾ പ്രാദേശികർക്ക് മാത്രമായി നീക്കിവെക്കുന്നതിലൂടെ തദ്ദേശീയർക്ക് മുൻഗണന നൽകാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഈ നയം ഗോവയിലെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സാവന്ത് പറഞ്ഞു. ഈ സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുന്നതിനായി തിവിമിൽ 2 ലക്ഷം ചതുരശ്ര മീറ്റർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏരിയയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭ 2024 ജൂലൈയിൽ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം നൽകിയിരുന്നു. എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസസ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, ആർട്സ്, ജേർണലിസം, പബ്ലിക് പോളിസി എന്നിവയിൽ സർവകലാശാല കോഴ്സുകൾ തുടങ്ങാനാണ് മഹാരാഷ്ട്ര അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് ഉദ്ദേശിക്കുന്നത്. പ്രമോദ് സാവന്തിന്റെ ഈ പ്രഖ്യാപനം തിവിം നിവാസികളുടെ പിന്തുണയും എതിർപ്പും ഒരുപോലെ നേരിട്ടേക്കാം. ബംഗളൂരുവിൽ ആസ്ഥാനമായുള്ള AI സ്റ്റാർട്ടപ്പിന്റെ CEO സൂചന സെന്നത്തിനെ ഗോവ സെൻട്രൽ ജയിലിലെ വനിതാ പോലീസുകാരിയെ ആക്രമിച്ച കേസിൽ കുറ്റം ചുമത്തപ്പെട്ടു. 2024 ജനുവരിയിൽ 4 വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവർ ഇപ്പോൾ ജയിലിലാണ്. ജയിലിലെ രജിസ്റ്റർ അനുമതിയില്ലാതെ എടുത്തതിനെതിരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സെത്ത് പോലീസിനെതിരെ അസഭ്യവർഷം നടത്തുകയും പോലീസുകാരിയെ തള്ളുകയും കാൽകൊണ്ട് തൊഴിക്കുകയും ചെയ്തു. മാനസികവും ശാരീരികവുമായ പരിക്കുകൾ ഉണ്ടാക്കിയതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗോവയിലെ ബോണ്ട്ല മൃഗശാലയിൽ 3 സിവറ്റ് പൂച്ചകളും 2 ജംഗിൾ പൂച്ചകളും മരണപ്പെട്ടതിനെ തുടർന്ന് മൃഗശാല താൽക്കാലികമായി അടച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഫോറസ്റ്റ് മന്ത്രി വിശ്വജിത് റാണെ ഈ അടച്ചുപൂട്ടലിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർ തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന് ആരോപിച്ച് ഓഫീസർമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചു. ഇന്ന് തന്നെ വിഷയത്തെക്കുറിച്ച് അവലോകന യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സംസ്ഥാനത്ത് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കപ്പെടണമെന്നും ജില്ലാ കളക്ടർമാർക്ക് അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. അനധികൃത ഭൂമിയിടപാടുകൾ നിയമപരിധിയിൽ കൊണ്ടുവരാൻ ഓർഡിനൻസ് പരിഗണിക്കുന്നതായും സാവന്ത് വ്യക്തമാക്കി. എന്നിരുന്നാലും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിരിക്കും നടക്കുക എന്നും പറഞ്ഞു. ഇതിനായി ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പനാജിയിൽ നടക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ നിലവാരത്തെക്കുറിച്ച് പഞ്ചിം കോർപ്പറേഷന്റെ മേയർ രോഹിത് മോൺസറേറ്റ് കടുത്ത വിമർശനം നടത്തി. പദ്ധതികളുടെ നിലവാരം മോശമാണെന്നും ഇത് എല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പിഴവുകളും തിരുത്താൻ മെയ് 30 വരെ സമയപരിധി നീട്ടിക്കൊടുത്തിട്ടുണ്ടെന്ന് രോഹിത് പറഞ്ഞു. അവരുടെ പ്രവർത്തനത്തിൽ താൽപ്പര്യം നഷ്ടപ്പെട്ടതിനാൽ അവർ നഗരത്തിൽ നിന്ന് എത്രയും വേഗം പണി തീർത്തു പോകണമെന്നും മേയർ വ്യക്തമാക്കി. എന്നിരുന്നാലും പ്രവർത്തനം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച രാത്രിയിൽ ഗോവയിലെ കലങ്കുത്ത് ബീച്ചിൽ ഒരു ഒലീവ് റിഡ്ലി ആമ 98 മുട്ടകളിട്ടു. സാധാരണയായി തിരക്കേറിയ ഈ ബീച്ചിൽ ആമയുടെ വരവ് അപൂർവമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ആമയെ കണ്ടെത്തി ഉടൻ വനംവകുപ്പിനെ വിവരമറിയിച്ചു. മുട്ടകൾ സുരക്ഷിതമായി മോർജിം ഹാച്ചറിയിലേക്ക് മാറ്റി അവയെ അവിടെ പരിപാലിക്കും. ഈ ടൂറിസ്റ്റ് സീസണിൽ കലങ്കുത്ത് കാന്തോളിം ബീച്ചിൽ 3ാമത്തെ തവണയാണ് ആമ മുട്ടയിടുന്നത്. ഫെബ്രുവരിയിൽ 126 മുട്ടകളിട്ട സംഭവം ശ്രദ്ധേയമായിരുന്നു. ഒലീവ് റിഡ്ലി ആമകൾ വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. അവയുടെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. ബീച്ചിലെ ശബ്ദവും വെളിച്ചവും ആമകളെ തെറ്റായ സ്ഥലത്തേക്ക് ആകർഷിച്ചിരിക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എല്ലാവരും കാത്തിരുന്നതും മപ്സയിൽ തുടങ്ങാനിരുന്നതുമായ രവീന്ദ്രഭവൻ പദ്ധതി കുഞ്ചേലി കമ്മ്യൂണിദാദും സർക്കാർ വകുപ്പുകളും തമ്മിലുള്ള ഭൂമി ഇടപാട് പ്രശ്നത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും. ബോഡ്ഗേശ്വർ ക്ഷേത്രത്തിന് എതിരെ നിശ്ചയിച്ചിരുന്ന സ്ഥലം വിറ്റ് കരസ്വാഡയ്ക്കടുത്ത് കുഞ്ചേലേമിലേക്ക് പദ്ധതി മാറ്റാൻ തീരുമാനിച്ചിട്ട് 2 വർഷമായിട്ടും പുരോഗതിയില്ല. കുഞ്ചേലി കമ്മ്യൂണിദാദ് ഭൂമി അനുവദിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്നുവെങ്കിലും ചില വ്യവസ്ഥകൾ സർക്കാർ അംഗീകരിക്കാത്തതാണ് കാലതാമസത്തിന് കാരണം. കലാ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ സഗുൻ വെളിപ്പ് എല്ലാവരും ചേർന്നുള്ള തീരുമാനമായിരിക്കണമെന്നും ഭൂമി സ്വമേധയാ കൈമാറണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. MLA ജോഷുവ ഡിസൂസ പദ്ധതി ഉടൻ ആരംഭിക്കാൻ ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പറയുന്നു. പദ്ധതി ഭാവി കുഞ്ചേലി കമ്മ്യൂണിദാദിന്റെ പൊതുയോഗ നിർണയത്തിലാണെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും ദി ഗോവൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.